എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Cultivation, delight, insight, harmony, healing, guidance. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം അടുത്തിടയ്ക്കായിട്ട് ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശാരീരിക ക്ഷമത കൂടുകയും അനാരോഗ്യപരമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ മാസത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നാളുകളായിട്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോ ചില ആളുകളെ സംബന്ധിച്ച് കുടുംബപരമായിട്ട് ചെയ്യേണ്ടുന്ന കുടുംബത്തില് കുടുംബക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക പള്ളി അതുപോലുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഒരു കാലത്ത് ഒത്തിരി വിശ്വാസത്തോടു കൂടി ചെയ്തിരുന്ന കാര്യങ്ങൾ അടുത്തിടയ്ക്കായിട്ട് മറന്നു പോവുക, ചെയ്യാതിരിക്കുക, പ്രാരബ്ധങ്ങൾ കൂടി പല പല കാരണങ്ങൾ കൊണ്ടിട്ട് ചെയ്യാതെ വിടുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ പഴയ ഹോബീസ് ഒക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നുണ്ട്. ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ജോലി, വിദ്യാഭ്യാസം, പല കാര്യങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ, നിങ്ങളുടെ വിനോദങ്ങൾ അതെല്ലാം വീണ്ടും പൊടി തട്ടിയെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടാവുക. നിങ്ങൾ ജനിച്ചു വളർന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ചു വളർന്നിട്ടുള്ള ഇടങ്ങൾ തേടി ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഗ്രാമപ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്ന സാഹചര്യങ്ങൾ, വിനോദസഞ്ചാരങ്ങൾ, വിനോദയാത്രകൾ, പിക്നിക്സ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അത് പല പല കാരണങ്ങൾ കൊണ്ട് നീട്ടിവെച്ചിട്ടുണ്ടാവാം. അത് നിങ്ങളിപ്പോ തീരെ അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരാഴ്ച മുമ്പേ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിലുണ്ട്. അപ്പോൾ ഒത്തിരി നിങ്ങൾ പൊതുവേ തീരുമാനങ്ങളൊക്കെ എടുക്കുക, ഒത്തിരി സമയം എടുക്കുക, മാസങ്ങളോളൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കുന്നവരും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു മാസത്തിലും ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ 2-3 ദിവസത്തിൽ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. സന്തോഷം നിറഞ്ഞൊരു മാസമാണ്. ശുഭവാർത്ത കേൾക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രായമായിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ച് മക്കളെ കൊണ്ടിട്ടുള്ള ഒരു സന്തോഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ മുത്തശ്ശിയാവുന്ന ഒരു സാഹചര്യം, മക്കളോ മരുമക്കളോ ഒക്കെ പ്രഗ്നന്റ് ആവുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. അതേപോലെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം പുതിയ ജോലി കിട്ടുന്നതായിരിക്കും. മക്കളെ സംബന്ധിക്കുന്ന സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മക്കളുമായിട്ട് നിലനിന്നുകൊണ്ടുള്ള ബന്ധങ്ങൾ ഒക്കെ. അപ്പോൾ മക്കളുമായിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിദേശത്തൊക്കെ മക്കളുള്ളവരാണെങ്കിൽ നിങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വിദേശവാസത്തിനുള്ള ഒരു യോഗം ഈ ഒരു സമയത്ത് അടുത്ത് തന്നെ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇവിടെ പറയുകയാണെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ മനസ്സിൽ പക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല ആരോടും, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഈ ഒരു മാസത്തിൽ സഫലമാകുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സഫലമാക്കാനുള്ള ഒരു അവസരം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ ജീവിതത്തിൽ നിങ്ങള് വിദ്യാഭ്യാസം, ഇവിടെ ഇത് ചുരുക്കം ചിലരിലാണ് കേട്ടോ, എല്ലാവരിലും ഉണ്ടാവില്ല. എന്നിരുന്നാലും വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരാളല്ല നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചില ആളുകൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടാവില്ല. ഇപ്പൊ നല്ല പ്രായമായിട്ടുള്ള വ്യക്തിയായി നിങ്ങൾ മക്കളുടെ മക്കളും ഒക്കെ ആയിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു മോഹം ഉള്ളിലുണ്ട്. ആ ഒരു മോഹം എങ്ങനെയെങ്കിലും 10 പാസ്സോ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹം, ഏത് വിദ്യാഭ്യാസം ഏത് ഇതിലായാലും ഏത് ലെവലിലുള്ള ഇതായാലും
അതിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹമുണ്ട് ഇത് പൂർത്തിയാക്കണം എന്നുള്ളത്. അത് 10 ആവാം, ഡിഗ്രി ആവാം, മാസ്റ്റേഴ്സ് ആവാം, എന്തോ ആവാം. ഇപ്പൊ നിങ്ങൾ വീണ്ടും പഠിക്കാൻ പോകുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ അതിലേക്ക് പോവാന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇൻസൈറ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഒത്തിരി കണക്റ്റഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ദൈവഭക്തി കൂടുന്ന സമയമാണ്, ഭക്തി കൂടുതലുള്ള സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളും പള്ളികളിലും ഒക്കെ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ വഴിപാടുകളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പൂർത്തിയാക്കുന്ന സമയം. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, യോഗ, സ്പിരിച്വലി ആത്മീയതയിലേക്ക് കൂടുതൽ ധ്യാനം, അതുപോലെ ധ്യാനം കൂടുന്നുണ്ട് ചില ആളുകൾ. 2-3 ദിവസത്തെ ധ്യാനത്തിന് പള്ളിയിൽ ധ്യാനമായിട്ട് പോകാം. അല്ലെങ്കിൽ ചില ആളുകൾ സപ്താഹവും ഒക്കെ, ദശാവതാരം, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ടാവാം. ഇത് ചില ആളുകളിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ രുക്മിണി സ്വയംവരം, വിവാഹം നടക്കാത്തവര് ഒരു വിവാഹം നടക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വഴിപാട് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ രുക്മിണി സ്വയംവരം നടത്താവുന്നതാണ് പൂജ. നിങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. അത് അപ്പോഴത്തെ സമയവും കാലം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. അത് ഒന്ന്. പിന്നെ ഒത്തിരി ആത്മീയമായി നിങ്ങൾ ദേഷ്യമൊക്കെ ഒത്തിരി ഉള്ള ആളുകളാണെങ്കിൽ വളരെ മിതമായിട്ട് സംസാരിക്കുക, പെട്ടെന്ന് ദേഷ്യമൊന്നും വരാതിരിക്കുക, കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഫിലോസഫി ഒക്കെയായിട്ട് സംസാരിക്കുക. ഇതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കാണുന്ന സമയമാണ്. അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിലും ഒത്തിരി സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പൊ കുടുംബാന്തരീക്ഷത്തില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വളരെ ദൃഢമാവുന്നുണ്ട്. അപ്പൊ അടുത്തിടയ്ക്ക് വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അടുത്തറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം. കാലങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ആ ഒരു എന്നും രാവിലെ എഴുന്നേൽക്കുക, പല്ലേക്കുക, ഇന്നത് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ആ ഒരു രീതിയിൽ നിന്നും മാറി കൂടുതൽ സമയം നിങ്ങൾ ഇരുന്ന് സംസാരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് യാത്രകൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഇപ്പോഴേ തയ്യാറാക്കി വെക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രണയാർദ്രമായിട്ടുള്ള നിമിഷങ്ങൾ കാണുന്നുണ്ട്. മക്കളൊക്കെ ഒരു പ്രായമായി, അല്ലെങ്കിൽ മക്കളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ ഇടയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റാത്തവർ അത് ആസ്വദിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു മാസം എന്ന് തന്നെ പറയാവുന്ന മാസമാണ്. കാരണം മനസ്സിനൊരു വളരെയധികം തൃപ്തി ഉണ്ടാകുന്ന സമയം. ഇപ്പോൾ മക്കളുള്ളവരാണെങ്കിൽ മക്കളെ കൊണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വിവാഹിതരല്ലാത്ത ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ചില ആളുകൾക്ക് പ്രണയബന്ധങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രണയത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ളവര്, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ, അല്ലാത്തവർക്കും ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളായിട്ട് എടുക്കുന്ന എന്തോ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇതെന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പൊ അനീമിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം ക്രമീകരിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം വയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തൃപ്തി നിങ്ങളുടെ ഉള്ളിൽ വരുന്നു എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന്റെ ഒരു തൃപ്തി. അതിപ്പോ പ്രായമായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഇപ്പൊ ഒരു ചില ആളുകൾ നിങ്ങൾ ഡോക്ടർ മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മരുന്ന് ചിലപ്പോൾ മാറുന്നുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ളത് മാറുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഗൈഡൻസ് ആണ്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ മറ്റുള്ളവർ പൊതുവെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർ മുഖവിലേക്ക് എടുക്കാറില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും പുറത്ത് ഓഫീസിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ്, വാല്യൂ ആരും കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി മറ്റുള്ളവർ നിങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ഉപദേശങ്ങൾ. ഇപ്പൊ കുട്ടികൾ ഒക്കെ ആണെങ്കിൽ അച്ഛനമ്മമാര് പറയുന്ന അത്രയും ശ്രദ്ധിക്കുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പൊ ഒക്കെ അവർ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വന്ന ചില കാര്യങ്ങൾ, ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് അത് ശരിയാണല്ലോ, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു തൃപ്തിയും ഒരു സമാധാനവും സ്വസ്ഥയും ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു വില കിട്ടുന്ന ഒരു മാസമായിരിക്കും.
അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ് കാണിക്കുക. പൊതുവിൽ വളരെ ശുഭമായിട്ടുള്ളൊരു മാസമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.